ജിസ്മോൾ തോമസിൻ്റെയും 2 പെൺമക്കളുടെയും മൃതശരീരങ്ങൾ ഇപ്പോൾ ജിസ്മോളുടെ സ്വന്തം വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. ജിസ്മോളുടെ വീട്ടിലേക്ക് നൂറുകണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. നിറത്തിൻ്റെ പേരിൽ അടക്കം തൻ്റെ സഹോദരിയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു. ഭർത്തൃ വീട്ടുകാരുടെ മാനസികമായ പീഡനം ഏൽക്കേണ്ടി വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പോലീസിൽ മൊഴി നൽകി. നിരവധി ആളുകൾ ഇപ്പോൾ കണ്ണീരോടെ വേദനയോടെ ഈ ഭവനത്തിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഹൈക്കോടതി അഭിഭാഷകയായ ജിസ്മോൾ തോമസിൻ്റെയും 2 പെൺമക്കളുടെയും മൃതശരീരങ്ങൾ ഇപ്പോൾ ജിസ്മോളുടെ സ്വന്തം വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30-ക്ക് ചെറുകര പൈങ്കുളം സെൻറ്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക പള്ളിയിലാണ് 3 പേരുടെയും സംസ്കാരം നടത്തുക. ഇപ്പോൾ ജിസ്മോളുടെ വീട്ടിലേക്ക് നൂറുകണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇരുവരുടെയും മൃതശരീരം ഭർത്തൃ വീടിന് സമീപമുള്ള അവരുടെ പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമാണ് ഇവിടേക്ക് സ്വന്തം വീടായ പാല വള്ളിച്ചിറ പടിഞ്ഞാറ്റിൻകര പൂവത്തങ്കൽ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 1.5 മണിക്കൂർ നേരമാണ് ഭർത്താവിൻ്റെ വീട്ടിൻ്റെ അവിടെയുള്ള ലൂർദ് മാതാ പള്ളിയിൽ പൊതുദർശനത്തിന് വയ്ക്കുന്നതിനായി കാത്തോലിക് ജ്ഞാനായ സഭ നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനിച്ചിരുന്നത്. 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മൃതദേഹം ഈ ജിസ്മോളുടെ വീട്ടുകാർ തന്നെ നിർബന്ധിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പോകുകയായിരുന്നു. അതിനിടയിൽ ചെറിയ ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേസമയം പോലീസ് ഇവിടെ കടുത്ത സുരക്ഷാ വലയത്തിലാക്കിയിരുന്നു. പള്ളി കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി വലിയ പോലീസ് സന്നാഹത്തെയാണ് ഇവിടെ നിയോഗിച്ചിരുന്നിരിക്കുന്നത്. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജിസ്മോളുടെ പിതാവും സഹോദരങ്ങളും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. നിറത്തിൻ്റെ പേരിൽ അടക്കം തൻ്റെ സഹോദരിയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു. ഭർത്തൃ വീട്ടുകാരുടെ മാനസികമായ പീഡനം ഏൽക്കേണ്ടി വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പോലീസിൽ മൊഴി നൽകിയിട്ടും ഇവർക്കെതിരെ ഇപ്പോൾ കേസെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കാര്യമായ നീക്കങ്ങളൊന്നും തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതിൽ ഈ ജിസ്മോളുടെ വീട്ടുകാർക്കും പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 9:30-യോടെയാണ് മൃതശരീരങ്ങൾ ആദ്യം പൊതുദർശനത്തിനായി കോട്ടയം നീറികാടുള്ള ലൂർദ് മാതാ പള്ളിയിൽ എത്തിച്ചത്. അവിടെ നിന്നും 3 ആംബുലൻസുകളിലായാണ് ഈ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിരവധി ആളുകൾ ഇവിടേക്ക് ഈ 3 പേർക്കും അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുകയാണ്. ആദ്യം ഈ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചപ്പോൾ 3 പേരെയും വീടിനകത്ത് കിടത്തിയതിനു ശേഷമാണ് പിന്നീട് മൊബൈൽ മോർച്ചറിയിലേക്ക് മാറ്റിയത്. നിരവധി ആളുകൾ ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേർന്നുണ്ട്. പിതാവും സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ മൃതശരീരങ്ങൾക്ക് അരികിൽ തന്നെ ഇരിക്കുകയാണ്. സംസ്കാര ശുശ്രൂഷകളൊക്കെ നടന്നു വരികയാണ്. നൂറുകണക്കിന് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. പാല ബാർ അസോസിയേഷനിൽ പ്രവർത്തിച്ച ഒരു ആൾ കൂടിയാണ് ജിസ്മോൾ തോമസ്. പാല ബാർ അസോസിയേഷൻ്റെ സഹപ്രവർത്തകരൊക്കെ ഇവിടെ വന്ന് അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ മുത്തോലി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായും പ്രവർത്തിച്ചിരുന്ന ആളാണ്. അങ്ങനെയുള്ള ആളുകൾ, ജനപ്രതിനിധികളായ ആളുകളൊക്കെ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ജിസ്മോളിന് സംഭവിച്ചത് കുഞ്ഞുങ്ങളുമായി ജീവനൊടുക്കുന്ന ആ ഘട്ടത്തിലേക്ക് എത്തിയത് അത് വലിയ ദാരുണമായ വിഷമമുളവാക്കുന്ന സംഭവം തന്നെയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജിസ്മോളിനെ സംബന്ധിച്ചിടത്തോളം 6 മാസം മുൻപാണ് പാല കൊട്ടാരമുറ്റത്ത് ഒരു ഓഫീസ് തുടങ്ങുന്നത്. സ്വന്തമായി ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി സ്വന്തമായി ഒരു ഓഫീസൊക്കെ തുടങ്ങുന്നത്. ആ ഓഫീസ് തുടങ്ങി അങ്ങനെ ഈ മക്കളുമൊക്കെയായി നല്ല നിലയിലുള്ളൊരു ജീവിതം അത് ആഗ്രഹിച്ചിരുന്ന ജിസ്മോളാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു കടുങ്കൈ ചെയ്തതെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എല്ലാ കാര്യത്തിലും പോസിറ്റീവ് സമീപനത്തോടെ ഇടപെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോഴും ഹൈക്കോടതി അഭിഭാഷകയൊക്കെ ആയിരിക്കുമ്പോഴും ഒക്കെ എല്ലാ കാര്യത്തിലും പോസിറ്റീവായ ചിന്താഗതിയുമായി നിന്നിരുന്ന ഒരു യുവതിയാണ്. ഹൈക്കോടതി യുവ അഭിഭാഷകയാണ്. ഇത്തരത്തിൽ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് അത് ഭർത്തൃ വീട്ടുകാരുടെ പീഡനം തന്നെ എന്നാണ് പറയുന്നത്. ഭർത്തൃ വീട്ടുകാർ അവിടെ ഉണ്ടായ മാനസിക പീഡനങ്ങൾ ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിലുള്ള മാനസികമായ പീഡനങ്ങളായിരുന്നു. ഈ കാര്യം കൃത്യമായി പോലീസ് അന്വേഷിച്ച് ഈ കുറ്റക്കാർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടി നൽകണമെന്ന് തന്നെയാണ് ബന്ധുക്കൾ ഒക്കെ പറയുന്നത്, പിതാവും ഒക്കെ പറയുന്നത്. UK പിതാവും സഹോദരങ്ങളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നൂറുകണക്കിന് ആളുകളാണ് ഈ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വീട്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിന് ശേഷമാണ് 3:30-ഓടെയാണ് ഈ സമീപമുള്ള പൈങ്ങളം
ക്ലാരായ സെൻറ്റ് മേരീസ് ക്ലാരായ കത്തോലിക്ക പള്ളിയിൽ വെച്ച് 3 പേർക്കും അവർക്ക് സംസ്കാര ശുശ്രൂഷകൾ നടക്കും. ഈ നാട് അവസാന യാത്രയാക്കുന്നതിന് വേണ്ടി തൻ്റെ പ്രിയപ്പെട്ട അഭിഭാഷകയെ, തങ്ങളുടെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ജിസ്മോളെയും ആ പിഞ്ചു മക്കളെയും യാത്രയാക്കുന്നതിന് വേണ്ടി നിരവധി ആളുകൾ ഇപ്പോൾ കണ്ണീരോടെ വേദനയോടെ ഈ ഭവനത്തിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പാല.